കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നത് 5 പേരടങ്ങുന്ന സമിതി അന്വേഷിക്കും. ആവശ്യമെങ്കിൽ IIT, NITയിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായം തേടണം. എല്ലാ സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച പരിശോധന നടത്തും. പൊളിക്കേണ്ടവ ഉണ്ടെങ്കിൽ കണ്ടെത്തി ഉടൻ പൊളിച്ചു മാറ്റാനും മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ തീരുമാനമായി. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. ഷിജോ, അപ്പോൾ ഈ വിഷയം വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്നാണോ? അതെ അമൃത, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ ഒരു തലവലപ്പുറമിലെ സ്വദേശിയായിട്ടുള്ള ബിന്ദു മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടർ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി വരുന്നത്. ഈ സംഭവത്തിലാണ് ഒരു സാങ്കേതിക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് പോയിട്ടുള്ളത്. അതിനകത്ത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നാമതായിട്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PWD വിഭാഗത്തിലെ എഞ്ചിനീയർ ഉണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWDയാണ്. ജോയിന്റ് സെക്രട്ടറി, ധനകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ CETയിലെ സീനിയർ ഫാക്കൽറ്റി, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, അങ്ങനെ തുടങ്ങി സ്പെഷ്യൽ ഓഫീസർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, DMEയുടെ തന്നെ സ്പെഷ്യൽ ഓഫീസർ കൂടി ഈ സംഘത്തിലുണ്ടാകും. ഈ സംഘമായിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം നടത്തുക. അത് മാത്രവുമല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ, എല്ലാ ആശുപത്രികളുടെയും കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിനകത്ത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ PWD വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യമെങ്കിൽ ഈ പറയുന്ന NIT, IIT അടക്കമുള്ള വിദഗ്ധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പഠനം നടത്തണം എന്നുള്ള ആവശ്യം കൂടി ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. PWD ഇത് സംബന്ധിച്ചുകൊണ്ട് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അമൃത.